ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിടെക്സ് മീഡിയ. ഇന്ന് ടർബോ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടർബോ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. മിഥുൻ മാനുവൽ തോമസ് ആണ് എഴുത്ത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. നമ്മൾ നേരത്തെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പം സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഒരു ബിലോ ആവറേജ് ആയിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. കാരണം സിനിമയിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ചില നെഗറ്റീവുകൾ ബാധിച്ചതുകൊണ്ട് സിനിമ അങ്ങനെ ആയിപ്പോയതാണ്. സിനിമയുടെ പ്ലോട്ട് തന്നെ നോക്കുവാണെങ്കിൽ അത് നമുക്കെല്ലാം കണ്ട് പരിചയിച്ച ഈ സിനിമ ഇങ്ങനെ ആയിരിക്കും, ഇനി ഇങ്ങനെ ആയിരിക്കും നടക്കുന്നത്, ഇനി ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കുക എന്നുള്ളതാണ് കഥാസന്ദർഭങ്ങളൊക്കെ. പിന്നെ കോമഡി അധികം ഒന്നും വർക്കായിട്ടില്ല. ചില കോമഡിയൊക്കെ വർക്ക് ചെയ്തില്ല, എന്നാലും കോമഡിക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും അധികം വർക്ക് ചെയ്തിട്ടില്ല. ചില ഡയലോഗുകൾ എടുത്തു വെച്ചതായിട്ട് തോന്നി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ പോസിറ്റീവ് വശം എന്ന് പറയുന്നത് ആക്ഷൻ സീക്വൻസ് മമ്മൂട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. എസ്പെഷ്യലി ക്ലൈമാക്സ് ഫൈറ്റൊക്കെ സൂപ്പറായിരുന്നു. മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ചില സ്ഥലത്ത് ഓക്കെ, ചില സ്ഥലത്ത് ഒരു ആവശ്യമില്ലാത്ത തരത്തിലുള്ള മ്യൂസിക്കായിരുന്നു അനുഭവപ്പെട്ടത്. ഇപ്പോൾ മമ്മൂട്ടി വരുന്ന സമയത്തൊക്കെ അതൊക്കെ സൂപ്പറായിരുന്നു. ബാക്കി ചില സ്ഥലങ്ങളിലൊക്കെയുള്ള മ്യൂസിക്കിൻ്റെ ഒരു പോരായ്മ, ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമുക്ക് ഇപ്പോൾ ഒരു കഥാപാത്രത്തെ കാണിക്കുമ്പോഴും മ്യൂസിക്, വണ്ടി പോകുമ്പോൾ മ്യൂസിക്, അങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള എങ്ങനെന്ത് പറഞ്ഞാൽ മ്യൂസിക് എന്ന് പറയുന്നത് അത് ഉപയോഗിക്കാതിരിക്കുകയും വേണം. ഇപ്പോഴും മ്യൂസിക് ആണെങ്കിൽ എന്തോ പറയുന്നത് അരോചകമാണ്. ചില സ്ഥലത്ത് മ്യൂസിക് ഒന്ന് കുറച്ച് അങ്ങനെയാണ് വേണ്ടത്. ഇതിപ്പം ചുമ്മാ മ്യൂസിക് ഇട്ടാലും നമുക്കത് അരോചകമാണ്. അതുകൊണ്ടത് ഇത്ര എനിക്കത് നന്നായിട്ട് തോന്നിയില്ല. ബാക്കിയെല്ലാം കൊള്ളാം. അപ്പം മമ്മൂട്ടിയുടെ ഒരു ആക്ഷൻ സിനിമ കാണണം എന്നുള്ളവർക്ക് ടിക്കറ്റ് എടുക്കാം. പക്ഷേ അതൊരു മികച്ച സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിലോ ആവറേജ് മൂവിയാണ്. വൺ ടൈം വാച്ചബിളായിട്ട് വേണമെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.